ഒരു ദിവസം രാവിലെ 8 മണിക്ക് തുടങ്ങി അതേ ദിവസം രാവിലെ 8 മണിക്ക് തീരുന്ന ഒരു കഥ. അതാണ് ട്രാഫിക്കിൻ്റെത്. ഒരു ട്രാഫിക് ഐലൻഡിൽ പല ഭാഗത്തായി നിൽക്കുന്ന പല വാഹനങ്ങളിലുള്ള പലർ. അതിൽ സുദേവനുണ്ട്, ഡോക്ടർ ഏബലുണ്ട്, റെയ്ഹാനുണ്ട്, രാജീവുണ്ട്, സിദ്ധാർത്ഥുണ്ട്, അങ്ങനെ പലരുണ്ട്. പക്ഷെ ഇവർക്കൊന്നും തമ്മിൽ അന്യോന്യം പരിചയമില്ല. അവർ ട്രാഫിക് ഐലൻഡിൽ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ അവരവരുടേതായ ലക്ഷ്യങ്ങളിലേക്ക് പോയി. അങ്ങനെ ഇങ്ങനെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ഉറപ്പുണ്ട് അവരവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള ചില ഉറപ്പുകളാണ്. നമുക്ക് ഉറപ്പുണ്ട് ഈ കാര്യം സംഭവിക്കും, നമുക്ക് ഉറപ്പുണ്ട് ഈ കാര്യം സംഭവിക്കും. അങ്ങനെ അല്ലാതെ നമ്മളുടെ ജീവിതത്തിന്റെ ഡിസൈൻ ഒന്ന് മാറി മറിയുന്നതിനെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു ഡിസൈനിലെ മാറിമറിയലാണ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമയുടെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. സുദേവൻ എന്ന് പറയുന്നത് ശ്രീനിയേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. ശ്രീനിയേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഏതൊരു ദിവസത്തെയും പോലെ, ട്രാഫിക് കോൺസ്റ്റബിൾ ആയ അദ്ദേഹം ഏതൊരു ദിവസത്തെയും പോലെ ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട്, ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പോലുമില്ല അന്ന് അദ്ദേഹത്തിൽ നിക്ഷിപ്തമാവാൻ പോകുന്ന ഡ്യൂട്ടി എന്താണ്. അത് വളരെ അസാധ്യമായ, വളരെ അസാധാരണമായ ഒരു ഡ്യൂട്ടി സ്വയം ഏറ്റെടുക്കുന്ന ഒരു കോൺസ്റ്റബിളാണ് സുദേവൻ. ആ ഡ്യൂട്ടി തീർക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല. എന്നിട്ടും അത് ഏൽക്കുന്ന ഒരു കഥാപാത്രമാണ് സുദേവൻ. അതേപോലെ തന്നെയാണ് ഡോക്ടർ ഏബൽ എന്ന് പറയുന്ന കഥാപാത്രം തൻ്റെ ഭാര്യയ്ക്കുള്ള വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയ ഏറ്റവും പുതിയൊരു വാഹനം ഭാര്യയ്ക്കായി വാങ്ങിക്കൊണ്ടുവരുന്ന ഡോക്ടർ ഏബലിൻ്റെയും അന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഭാര്യയുമായ ഒരു ഉല്ലാസയാത്രയാണ്. അത് നടക്കുമോ നടക്കില്ലയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നടക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. ഒരു പ്രത്യേക കാരണം കൊണ്ട് അത് മാറ്റിവെക്കപ്പെടുകയാണ്. അതേപോലെ റെയ്ഹാൻ എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ജീവിതത്തിൽ ആദ്യമായി ഒരു ജോലി കിട്ടുകയാണ്. ഒരു ചാനൽ ഒരു നല്ല ജോലി കിട്ടി. അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് റെയ്ഹാന്റെ ജീവിതവും തുടങ്ങുന്നത് അന്നത്തെ ദിവസം. അങ്ങനെയുള്ള ഒരു പറ്റം മനുഷ്യർ 3 നഗരത്തിൽ, കോയമ്പത്തൂർ, തൃശ്ശൂർ, കൊച്ചി, പാലക്കാട് കൊണ്ട് 4 നഗരത്തിൽ കഴിയുന്ന കുറേ മനുഷ്യർ. ഇവർക്കൊന്നും ആ ദിവസം തുടങ്ങുന്നത് വരെ തമ്മിൽ പരിചയമുള്ള മനുഷ്യരല്ല. പക്ഷെ ആ ദിവസം തീരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, അല്ലെങ്കിൽ അവര് ചില സംഭവ വികാസങ്ങളിലേക്ക് വിധിയുടെ ഒരു പ്ലേ പോലെ ചെന്ന് പെടുകയാണ്. ഈ സംഭവ വികാസത്തിൽ ഇവരെല്ലാം കണ്ടുമുട്ടുന്നത് തികച്ചും അപരിചിതരായിട്ടുള്ള മറ്റുള്ളവരെയാണ്. അങ്ങനെ രാത്രി 8 മണിക്ക് ഈ പടം തീരുന്നതും ഈ കഥ തീരുന്നതും അതേ ട്രാഫിക് ഐലൻഡിലാണ്. പക്ഷെ രാവിലെ 8 മണിക്ക് അപരിചിതരായിരുന്ന ഇത്രയും ആൾക്കാർ രാത്രി 8 മണിയാകുമ്പോൾ ചിരകാല പരിചിതരെ പോലെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പോലെയുമാണ് ഈ സംഭവങ്ങൾ അവരെ എത്തിച്ചേർക്കുന്നത്.